മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, ഓ മുത്തായ നബിയെ, ഒരു മുഅ്മിനായ മുസ്ലിമായ മുത്തഖിയായ മനുഷ്യൻ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ആകാശവും ഭൂമിയും ആകാശഭൂമിക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആ മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടതിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് കരയുമെങ്കിൽ നഹ്നു അഹഖു ബിൽ ബുക്കാഇ, ഏറ്റവും കൂടുതൽ കരയാൻ വിധിക്കപ്പെട്ടവർ, കരയേണ്ടവർ, കരഞ്ഞു ജീവിക്കേണ്ടവർ, അവനവന്റെ മരണത്തെ കുറിച്ചോർത്ത്, അവനവന്റെ ഖബർ ജീവിതത്തെ കുറിച്ചോർത്ത്, അവനവന്റെ പരലോക ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഏറ്റവും കൂടുതൽ കരയേണ്ടവർ നഹ്നു അഹഖു ബിൽ ബുക്കാഇ യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലയോ, നമ്മളല്ലയോ, മനുഷ്യരായ നമ്മളല്ലയോ? നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ കരയാറുണ്ട്. കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ, ഉറ്റവർ, ഉടയവർ മരണപ്പെട്ടാൽ ആ മരണത്തിന്റെ വേദനയിൽ നമ്മൾ കരയാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മെ കുറിച്ച് ഓർത്ത് കരയാറുണ്ടോ? നമ്മുടെ പേരിൽ മറ്റുള്ളവർ കരയുന്നതിന് മുമ്പ് നാം സ്വന്തം നമ്മളെ കുറിച്ച് ഓർത്ത് കരയാറുണ്ടോ? അതാണ് സ്വഹാബത്ത് ചോദിച്ചത്, നബിയെ, ഏറ്റവും കൂടുതൽ കരയേണ്ടുന്നത്, സങ്കടപ്പെടേണ്ടുന്നത്, ദുഃഖിക്കേണ്ടുന്നത് മനുഷ്യരായ നമ്മൾ തന്നെയല്ലയോ? അള്ളാഹു കരയാൻ തൗഫീഖ് നൽകട്ടെ. കരയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു ചിന്തിച്ച്, മരണത്തെ കുറിച്ച് ഓർത്ത്, ശേഷമുള്ള ഖബർ ജീവിതത്തെ കുറിച്ച് ഓർത്ത്, പരലോക ജീവിതത്തെ കുറിച്ച് ഓർത്ത് സദാസമയവും ഒരു വിശ്വാസി കരയുന്നവനാകണം, ചിന്തിക്കുന്നവനാകണം, സങ്കടപ്പെടുന്നവനാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ സങ്കടപ്പെട്ടാൽ, അങ്ങനെ കരഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, പരലോക വിജയത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, നാരകീയമായ അദാബുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഒരു വിശ്വാസിയുടെ കണ്ടടത്തിൽ നിന്നു കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങിയാൽ, അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കാൻ അവന്റെ കൈകൾ ഉയർത്തിയാൽ, അവന്റെ കണ്ണു നിറഞ്ഞാൽ, അവന്റെ കൈകൾ വിറച്ചാൽ, അവന്റെ ഖൽബ് പൊട്ടി, ചങ്ക് പൊട്ടി, കണ്ണുനീരായി കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങിയാൽ അതും മതി സഹോദരങ്ങളെ, അവന്റെ പരലോക ജീവിതം രക്ഷപ്പെടാൻ, അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ചിന്തിക്കണം, ഇതുവരെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, മരണത്തെ കുറിച്ച് ഓർത്ത്, ആരുമില്ലാത്ത ഏകാന്ത തടവറയാകുന്ന ആ ഖബർ ജീവിതത്തെ കുറിച്ച് ഓർത്ത്, പരലോക വിജയത്തെ കുറിച്ചോർത്ത്, പരലോകത്തിന്റെ വിചാരണയെ കുറിച്ചോർത്ത്, നരകത്തെ കുറിച്ചോർത്ത്, സ്വർഗം ലഭിക്കുമോ എന്നതിനെ കുറിച്ചോർത്ത് നമ്മളിൽ ആർക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര പേർക്ക് സങ്കടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ വേറെ എന്തിന്റെയൊക്കെയോ പേരിൽ കരഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ പേരിൽ നമ്മൾ ധാരാളം കരഞ്ഞിട്ടുണ്ട്. അതിലെന്തർത്ഥമാണ്? സ്വന്തം കരയണം. സ്വന്തം നഫ്സിനെ കുറിച്ചോർത്ത് വലിയ ബഹുമാനമാണ്, വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. സ്വന്തം ശരീരത്തെ കുറിച്ചോർത്ത്, സ്വന്തം പാപങ്ങളെ കുറിച്ചോർത്ത്, സ്വന്തത്തെ കുറിച്ചോർത്തിട്ട് ഒരു മനുഷ്യന് കരയാൻ കഴിഞ്ഞാൽ, കണ്ണുനീർ വാർക്കാൻ കഴിഞ്ഞാൽ അത് മതി രക്ഷപ്പെടാൻ. അത് മതി അവന്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു പുറത്തു കൊടുക്കാൻ. അള്ളാഹു അത്തരത്തിൽ കണ്ണുനീര് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളെ പുറത്തു തരട്ടെ. ഹബീബായ സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ബുകാഉ അലൽ ഖതീഅ. ഓരോ വിശ്വാസികളും അവനവൻ അവരവർ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത്, തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് കരയാൻ കഴിഞ്ഞാൽ യുഹിത്തുൽ ഖതായ കമാ യുഹിത്തുർ റീഹുൽ വറഖൽ യാബിസാ.
നല്ല ഉണക്ക മരത്തിൽ, നല്ല ഉണങ്ങിയ മരത്തിൽ നിന്നതിന്റെ ആ ചില്ലകളിൽ നിന്ന് ഇലകൾ താഴേക്ക് വീഴുന്നത് പോലെ അവന്റെ ദോഷങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹുവിനെ കുറിച്ചോർത്തിട്ട്, അവന്റെ തന്നെ പാപങ്ങളെ കുറിച്ചോർത്തിട്ട് അവന് കരയാൻ കഴിഞ്ഞാൽ ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ ഓരോന്നോരോന്നായി താഴേക്ക് വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊരു വലിയ തൗഫീഖാ. അള്ളാഹുവിനെ കുറിച്ചോർത്ത്, സ്വന്തം പാപങ്ങളെ കുറിച്ചോർത്ത്, പടച്ചവനെ കുറിച്ചോർത്ത്, പരലോക വിചാരണകളെ കുറിച്ചോർത്ത് കരയാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ തൗഫീഖാ. അങ്ങനെ കരയാൻ കഴിഞ്ഞാൽ, സങ്കടം വരാൻ കഴിഞ്ഞാൽ, അങ്ങനെ സങ്കടം വരുന്നുവെങ്കിൽ, കണ്ണുനീർ പൊഴിയുന്നുവെങ്കിൽ അത് മതി സഹോദരങ്ങളെ രക്ഷപ്പെടാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ അബ്ദിൻ മുഅ്മിനിൻ യഖ്റുജു മിൻ ഐനിഹി ദുമൂ. ഏതൊരു മുഅ്മിനാകട്ടെ, ഏതൊരു മുഅ്മിനായ മനുഷ്യനോ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അവന്റെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടോ അവന്റെ കണ്ണു നിറഞ്ഞിട്ട് അത് കണ്ണുനീരായി ഒഴുകിയിറങ്ങുന്നുവോ. വലൗ കാനതു മിസ്ല റഅസി ദുബാബ്. ആ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് ഒരുപാടില്ല, വല്ലാതെ ഒഴുകിയിറങ്ങിയിട്ടില്ല, തുടച്ചു കളയാൻ വേണ്ടിയിട്ടില്ല. അവന്റെ പാപങ്ങളെ കുറിച്ചോർത്തപ്പോൾ, അവന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ, അവന്റെ ഖബർ ജീവിതത്തെ കുറിച്ച് ഓർത്തപ്പോൾ, പരലോക വിചാരണയെ കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ കണ്ണിൽ കണ്ണുനീരൊന്നു പൊടിഞ്ഞതേ ഉള്ളൂ. എത്രത്തോളം വലൗ കാനത് മിസ്ല റഅസി ദുബാബ്. ഈച്ച, ചെറിയ ഈച്ച ഉണ്ടല്ലോ, ആ ഈച്ചയുടെ തലയുടെ വലിപ്പത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ കരയാൻ വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ മാത്രമേ അവന്റെ കണ്ടടത്തിൽ പൊടിച്ചുള്ളൂ. ഒരുപാടൊന്നും കരഞ്ഞില്ല. എന്നാലും അതിൽ നിന്നും അല്പം അവന്റെ കവിളിലേക്കു കൂടി ഒന്നൊലിച്ചിറങ്ങിയാൽ ഇല്ലാ ഹറമല്ലാഹു അലന്നാർ. നരകം പിന്നെ അവന് ഹറാമാണ്. ഖാല റസൂലുള്ളാഹി ഇല്ലാ ഹറമല്ലാഹു അലന്നാർ. നരകത്തിന്റെ തീ അവനെ സ്പർശിക്കൂല, അവനെ തൊടൂല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഒരു വലിയ തൗഫീഖാണ്, എല്ലാവർക്കും പറ്റുന്നതല്ല. പരിശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നീ കരയാൻ ശ്രമിക്കുക. നിനക്ക് നന്നായി കരയാൻ ശ്രമിച്ചിട്ടും കരച്ചിൽ വരുന്നില്ലെങ്കിലോ നീ കരയുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദ്വാരക്കുക. നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ പറ്റുമല്ലോ, അതിനും കൂലിയ. ഒരാൾക്ക് കരച്ചിൽ വരുന്നില്ല, സങ്കടം വരുന്നില്ല, പക്ഷെ അവൻ സങ്കടം വരുന്നതായി അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ അങ്ങ് അഭിനയിക്കുകയാണ്, എന്നാലും അവന് കൂലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹാബി വര്യൻ ഒരു ദിവസം നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിമാ അത്തഖീ ബിഹിന്നാറാ, ഞാൻ എന്തുകൊണ്ടാണ് നരകത്തെ സൂക്ഷിക്കേണ്ടുന്നത്? അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ ചെന്നു വീഴുന്നതിനെ തൊട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു, ബിദുമൂഇ ഐനൈക, അത് നിന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് നീ കരയലാണ് കരയലാണ്. ഖാല റസൂലുള്ളാഹി ഫഇന്ന ഐനൻ ബകത മിൻ ഖശിയത്തില്ലാഹി ലാ തമസ്സഹന്നാറു അബദാ. ഒരാൾക്ക് അങ്ങനെ കരയാൻ കഴിഞ്ഞാൽ,
ഒരു കാലത്തും പരലോകത്തവനെ അള്ളാഹു നരകത്തിലിടൂല്ല. നരകത്തിന്റെ തീ അവന്റെ ശരീരം സ്പർശിക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മഹാന്മാർ അങ്ങനെ ആയിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹത്തുക്കൾ പരിചയപ്പെടുത്തുകയാണ്. കാന ഫീ വജ്ഹി ഉമർ ഇബ്നുൽ ഖത്താബ് അസ്വദാനി മിനൽ ബുക്കാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒലിച്ചിറങ്ങി വന്നതിന്റെ പാട് അടയാളം കൊണ്ട് നന്നായി ആ ഭാഗം കറുത്തു പോയിട്ടുണ്ടായിരുന്നു. എന്ത്? ഒരാൾ കരഞ്ഞിട്ട് അയാളെ കണ്ണുനീർ ഒഴുകിയ സ്ഥലം കറുക്കണമെങ്കിൽ എത്രമാത്രം ആ മനുഷ്യൻ കരഞ്ഞിട്ടുണ്ടാകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏത് സമയവും പടച്ചവനെ കുറിച്ചോർത്ത് നന്നായി കരയുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് കാന ഫീ വജ്ഹി ഉമർ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ രണ്ട് കവിൾത്തടത്തില് കണ്ണുനീരൊഴുകി ഇറങ്ങിയ അടയാളം അസ്വദാനി മിനൽ ബുക്കാ. രണ്ട് കറുത്ത വരകൾ ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വൈക്കോലിന്റെ കഷണങ്ങളോ ഉണക്കപ്പുല്ല്, ഉണങ്ങിയ പുല്ല് കണ്ടാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉണക്കപ്പുല്ലങ്ങ് കയ്യിലെടുക്കോ. ഉണക്കപ്പുല്ല് കയ്യിലെടുത്തിട്ട് ഒരൊറ്റ വിളിയാണ്, യാ അല്ലാഹ് ലൈതനീ കുന്തു ഹാദിഹി തിബ്നാ. പടച്ചവനെ, നീ എന്നെ എന്തിനാ റബ്ബേ ഈ ദുനിയാവിൽ പടച്ചത്? അല്ലാഹുവേ, നീ എന്നെ എന്തിനു ദുനിയാവിൽ പടച്ചു? നീ എന്നെ ദുനിയാവിൽ പടച്ചില്ലായിരുന്നെങ്കിൽ അല്ലാ പരലോക വിചാരണയെ കുറിച്ച് ഓർത്തിട്ട് ഈ ഉമർ ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നല്ലോ. ലൈതനീ ലം മുഖ്ലഖ്. പടച്ചവനെ, പടച്ച റബ്ബേ, നീ എന്തിനെന്നെ ദുനിയാവിൽ പടച്ചോ? ലൈതനീ ഉമ്മീ ലം തലിദിനീ. പടച്ചവനെ, എന്റെ ഉമ്മ എന്നെ ദുനിയാവിലേക്ക് പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈതനീ ലം അകു ശൈആ. ഞാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് യാ ലൈതനീ കുന്തു നസിയം മൻസിയാ. ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരാളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച്, ഹിസാബിനെ കുറിച്ച് ഓർത്ത്, പരലോക വിചാരണയെ കുറിച്ചോർത്ത്, കത്തിക്കാളുന്ന നരകത്തിനെ കുറിച്ച് ചിന്തിച്ച് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങിപ്പോവാൻ. പടച്ചവനെ, നീ എന്നെ എന്തിനു ദുനിയാവിൽ പടച്ചു? എന്റെ ഉമ്മ എന്നെ ദുനിയാവിലേക്ക് പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനീ കുന്തു നസിയം മൻസിയാ. പടച്ചവനെ, തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒന്നിനും കൊള്ളാത്തൊരു വസ്തുവായി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ എത്രയോ കേൾക്കുന്നു, പറയുന്നു, പക്ഷേ നമുക്കെന്തില്ല? നമുക്ക് സങ്കടമില്ല, കരച്ചിലില്ല, കണ്ണീരില്ല, അല്ലേ? എന്നാൽ മഹാന്മാരായ ആളുകൾ അങ്ങനെയല്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു പറഞ്ഞാൽ, മരണത്തെ കുറിച്ച് പറഞ്ഞാൽ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ, പരലോക വിചാരണയെ കുറിച്ച് പറഞ്ഞാൽ അവർ നന്നായി കരയും. കരച്ചിലും അത് രക്ഷപ്പെടാനെന്ന് അവർക്കറിയാം. അള്ളാഹു നമുക്കും ഭാഗ്യം നൽകട്ടെ. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയാ. അള്ളാഹു സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ അടയാളം പറയുകയാണ്. ഇദാ തുത്ലാ അലൈഹിം ആയാതുർ റഹ്മാൻ.
റഹ്മാനായ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി, പരലോക നാളിനെ പറ്റിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടുത്ത് ഓതിക്കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓതിക്കൊടുത്താൽ, പറഞ്ഞു കൊടുത്താൽ, അവര് കേട്ടാൽ ഖർറൂ സുജ്ജദൻ വബുകിയാ, അവർ നിലവിളിച്ചുകൊണ്ട് സുജൂദിൽ വീണുപോകുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ സങ്കടപ്പെട്ട് സുജൂദിൽ വീണുപോകും. ബഹുമാനപ്പെട്ട ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളുർ റയാഹീൻ ബി ഹികായാത്തിസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ അതാ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന സൂഫിയായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളെ തൊട്ട് ഒരു ചരിത്രം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു എപ്പോ നടന്നെന്നറിയാവോ? ഹിജ്റ 200 കാലത്ത് നടന്ന സംഭവമാണ്. ആരാണ് ഈ പറയുന്ന മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള്? ബഹുമാനപ്പെട്ട ഹാഫിള് ദഹബി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. മൻസൂർ ഇബ്നു അമ്മാർ എന്ന് പറഞ്ഞാൽ ഹുവൽ വാഇലുൽ ബലീഗുസ് സാലിഹുർ റബ്ബാൻ, അല്ലാഹുവിനെ ഭയപ്പെട്ടു ജീവിച്ച വളരെ സാത്വികനായ സാരസമ്പൂർണമായി പ്രഭാഷണം നടത്താൻ കഴിവുള്ള, ആരെയും ഉപദേശിച്ചു നന്നാക്കാൻ കഴിവുള്ള ഒരു മഹാനായ വ്യക്തിയാരാര്? മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള്. ആ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഇങ്ങനെ ഒരു വിജനമായ പ്രദേശത്തുകൂടി നടന്നു പോകുമ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ ഇബാദത്തിലാണ്, അതിശക്തമായ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ സമയത്ത്, ഈ അർദ്ധരാത്രിയുടെ ഈ അന്ത്യയാമത്തില് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ ഇബാദത്തെടുത്തു ജീവിക്കണമെങ്കിൽ, കഴിയണമെങ്കിൽ ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. അല്ലാത്തൊരാൾക്ക് പറ്റൂല. പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെങ്കിലോ രാത്രിയിൽ ഇതുപോലെ നിസ്കരിക്കുന്നവരായി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള് അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുകയാണ്. സലാം വീട്ടുന്നത് വരെ കാത്തിരുന്നു. സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അവസാനം പിരിയാൻ സമയത്ത് ആ ചെറുപ്പക്കാര് മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു അല്പഭാഗം ഒന്ന് ഓതി കേൾപ്പിച്ചു തരുമോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു അല്പഭാഗം നിങ്ങൾ എനിക്കൊന്ന് ഓതി കേൾപ്പിച്ചു തരുമോ? ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളതോ സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്ത് ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽഹിജാറ. എന്താ ഇതിന്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഓ വിശ്വാസി സമൂഹമേ. അല്ലാഹു പറയാ, അല്ലാഹുവിന്റെ ഖുർആനാണ് ഓതി കൊടുത്തത്. ഓ വിശ്വാസി സമൂഹമേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ സ്വന്തം, നിങ്ങളെ ശരീരത്തെയോ നിങ്ങളെ കുടുംബക്കാരെയോ നിങ്ങളെ സ്വന്തം ശരീരങ്ങളെയോ നിങ്ങളെ കുടുംബത്തിലുള്ളവരുടെ ശരീരങ്ങളെയോ നരകത്തിൽ ചെന്ന് വീഴുന്നതിനെ തൊട്ടോ നിങ്ങൾ സൂക്ഷിക്കണേ. വഖൂദുഹൻ നാസു വൽ ഹിജാറ. അല്ലാഹു പറയാണ്, നരകമുണ്ടല്ലോ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് കല്ലുകളാണ്. നരകം കത്തുമല്ലോ, നരകം ഇങ്ങനെ ആളിക്കത്താൻ
അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഇന്ധനം വിറകല്ല, പെട്രോൾ അല്ല, ഡീസൽ അല്ല, ഗ്യാസ് അല്ല, പിന്നെയോ മനുഷ്യന്മാരെയും പച്ച മനുഷ്യന്മാരെയും വലിയ പാറക്കല്ലുകളെയും അള്ളാഹു നരകത്തിൽ ഇട്ടുകൊടുക്കും. ഇത് രണ്ടിനും തീ പിടിച്ചാ പിന്നെ നിൽക്കൂല. നന്നായി തീ പിടിക്കുന്ന രണ്ട് വസ്തുക്കളാണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ മോദി കൽപ്പിക്കുമ്പോൾ ആ കേട്ട മാത്രയിൽ തന്നെ അതാ ഒരട്ടഹാസത്തോടെ ആ ചെറുപ്പക്കാരനതാ നിലത്തു വീഴുകയാ. അനക്കമില്ല. നമുക്ക് വല്ല കുലുക്കമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട്, പരലോക വിചാരണയുടെ ലോകത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ഈ ലോകത്ത് ഒന്ന് മരിച്ചു പോകണം, ഖബറിൽ പോയി കിടക്കണോ, ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വല്ല കുലുക്കമുണ്ടോ? മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങള് ഈ ആയത്ത് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയും കല്ലുകളെയുമാണെന്ന ഈ ആയത്ത് ഓതിക്കെടുക്കുമ്പോഴേക്കും അതാ ഫഖറ സഇഖാ, ബോധരഹിതനായി നിലത്തു വീണു. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ അടുത്തിയെന്നു, തട്ടി വിളിച്ചു, അനക്കമില്ല. പരിശോധിച്ചു, ഫഖദ് മാത, മരണപ്പെട്ടുപോയി. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ആയത്ത് കേട്ടപ്പോഴേ മരിച്ചുപോയി. അതാ ആദ്യം ഞാൻ ഓതിയത്, ഇദാ തുതില അലൈഹിം ആയാത്തുർ റഹ്മാനി ഖറൂ സുജ്ജദൻ വബുകിയ. അള്ളാഹുവിനെ കുറിച്ച് മുഅ്മിനീങ്ങളോട് പറഞ്ഞാൽ, യഥാർത്ഥ സജ്ജനങ്ങളോട് പറഞ്ഞാൽ അവരെ നിലവിളിച്ചുകൊണ്ട് സുജൂദിൽ വീണു പോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ പറയുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ ദേഹത്ത് ധരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രം ഞാൻ ഇങ്ങനെ ഖമീസ് പതുക്കെ ഞാൻ ഇങ്ങനെ മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ആ നെഞ്ചിന്റെ ഭാഗത്ത് ഒരായത്ത് എഴുതിയതായി എനിക്ക് വായിക്കാൻ കഴിയുകയാണ്. ആരെഴുതി കൊടുത്തു? അല്ലാഹു ജല്ല ജലാലു. അദ്ദേഹത്തിന്റെ ആ വസ്ത്രം മാറ്റുമ്പോ നെഞ്ചിന്റെ ഭാഗത്ത് കാണുകയാണ്, ഫഹുവ ഫീ ഈശത്തി റാളിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ. ഇങ്ങനെ മരണപ്പെട്ടു പോയ സജ്ജനങ്ങള് അവർ തൃപ്തികരമായ ജീവിതത്തിലാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തിലാണ്. എവിടെ? ഫീ ജന്നത്തിൻ ആലിയ, അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗലോകത്തില് ഖുതൂഫുഹാ ദാനിയ. അവർ ആഗ്രഹിക്കുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ, ഫലങ്ങൾ, പഴങ്ങളായി അവരെ മുമ്പിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരായത്ത് വായിച്ചു, അദ്ദേഹത്തെ ഖബറടക്കി. ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ പറയാണ്, 3 ദിവസം ഞാൻ കാത്തിരുന്നു ഇദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ. 3-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ പറയാണ്, 3-ാമത്തെ ദിവസം ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. തലയിൽ മനോഹരമായ ഒരു കിരീടം ധരിച്ചിട്ട് സുഖലോക സ്വർഗത്തില് ഇദ്ദേഹം ഇങ്ങനെ സന്തോഷത്തോടെ ഉല്ലസിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു നിങ്ങളെ എന്ത് ചെയ്തു? അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, ഗഫറലി, എന്റെ റബ്ബ് എനിക്ക് അവന്റെ ഔദാര്യം കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, എന്റെ പാപങ്ങള്, ദോഷങ്ങള്, എന്റെ കണ്ണുനീര് കൊണ്ട് എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. മഹാന്മാരായ ബദരീങ്ങളുണ്ടല്ലോ, ധീരശുഹദാക്കൾ, ബദറിൽ പടവെട്ടിയ ബദരീങ്ങള്, അവര് രക്തസാക്ഷികളാണ്. അവർക്ക് ഉന്നതമായ പ്രതിഫലമാണ് സുഖലോക സ്വർഗത്തിലുള്ളത്. ആ ബദരീങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം അള്ളാഹു എനിക്ക് തന്നു. കാരണം അവർ മരിച്ചത്, ആ യോദ്ധാക്കൾ ബദറിൽ കൊല്ലപ്പെട്ടത് ശത്രുവിന്റെ വാളുകൊണ്ട് വെട്ടുകൊണ്ടിട്ടാണെങ്കിൽ, ഞാനോ മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആൻ കേട്ടിട്ടല്ലേ
ഞാൻ മരിച്ചത്, ഞാൻ കൊല ചെയ്യപ്പെട്ടത്, ഞാൻ മരിച്ചുപോയത് അള്ളാഹുവിന്റെ ഖുർആന് കേട്ടിട്ടാണ്. അതുകൊണ്ട് ബദറിൽ പടവെട്ടിയ ശുഹദാക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു ജല്ല ജലാലു എനിക്ക് തന്നത് എന്നത് ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളോട് പറഞ്ഞുവെങ്കിൽ അർഹമർ റഹീമായ ജല്ല ജലാലായ അലീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ചിന്തിക്കാൻ, നിന്നെ ഭയപ്പെട്ട് കരയാൻ, മരണത്തെ കുറിച്ച് ഓർത്ത് കരയാൻ, ഖബറിനെ കുറിച്ച് ചിന്തിച്ച് കരയാൻ, പരലോക വിചാരണയെ കുറിച്ച് ഓർത്ത് കരയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ആകയാൽ ഒരു വിശ്വാസി ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആകാശം കരയും, ഭൂമി കരയും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കരയും. കാഫിർ ചത്താൽ, ധിക്കാരികൾ ചത്തുപോയാൽ, ഈമാനും ഇബാദത്തും ഒന്നുമില്ലാത്തവർ മരിച്ച ഒരാകാശവും കരയില്ല, ഒരു ഭൂമിയും കരയില്ല, ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളും കരയില്ല. നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി ആകാശം കരയും, ഭൂമി കരയും, ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ കരയുമെങ്കിൽ സഹാബത്ത് ചോദിച്ചു, നഹ്നു അഹഖു ബിൽ ബുകാഇ യാ റസൂലല്ലാഹ്, ഏറ്റവും കൂടുതൽ സ്വന്തത്തെ കുറിച്ച് ഓർത്ത് കരയേണ്ടത് നമ്മളല്ലയോ? നമ്മളെ കുറിച്ച് ആകാശം കരയുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് ഓർത്ത് കരയണ്ടേ? മറ്റുള്ളവർ ആരെങ്കിലും മരിച്ചാൽ, ഉറ്റവരും മരിച്ചാൽ, ഉടയവര് മരിച്ചാൽ അവിടെ പോയിരുന്ന് കരയുന്നതിന് മുമ്പ് സ്വന്തം മരണത്തെ കുറിച്ച് ഓർത്ത് കരയൂ. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ കരയാൻ കഴിഞ്ഞാൽ ആ ഒരൊറ്റ കാരണം മതി ആഖിറത്തിൽ രക്ഷപ്പെടാൻ. നരകത്തിന്റെ തീ അവനെ തൊടൂല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശ്രമിക്കണം, രാത്രിയിൽ എഴുന്നേൽക്കണം, ഒരല്പം ഉറങ്ങിയിട്ട് സുബ്ഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിലായി കരയണം. കരയാൻ പറ്റും. നബി തങ്ങൾ പറയുന്നു, നിനക്ക് ആദ്യം കരച്ചിൽ വരുന്നില്ലേ, സങ്കടം വരുന്നില്ലേ, നീ കരയും പോലെ അഭിനയിക്കടാ അള്ളാന്റെ മുമ്പിൽ. നീ തേങ്ങൂ, നീ സങ്കടപ്പെടൂ. നിന്റെ സങ്കടം കാണുമ്പോൾ ആ ഒരൊറ്റ സങ്കടം കൊണ്ട് തന്നെ അള്ളാഹു നിനക്ക് പുറത്തു തരും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.